കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട്. ചെമ്മീത്തിന് ഭയങ്കര വിലയാണെന്ന് പറഞ്ഞ് ചെമ്മീൻ കിട്ടുന്നില്ല ഇവിടെ. ഈ ചെമ്മീനൊന്നും പൊട്ട ചെമ്മീനാണ് ഇതൊക്കെ. ഒത്തിരിയേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൊത്തം ക്ലീൻ ചെയ്ത് വെക്കാം. ഞാൻ ഈ പയർ കുറേ ദിവസമായി പയർ ഒടിച്ച് വെച്ചിട്ട്, ചെമ്മീനില്ലാത്തതുകൊണ്ട് ഞാൻ പയർ വെച്ചിട്ടില്ല, അച്ചിങ്ങ പയർ. അപ്പോൾ ആ ചെമ്മീനും നിങ്ങളെ കാണിച്ചിട്ടാണ്. ഭയങ്കര കുറവാണ് ചെമ്മീൻ. ഇത് ഒട്ടുമില്ല. 50 രൂപക്ക് നല്ല ചെമ്മീൻ കിട്ടുന്നതാണ്. ഇത് ഒരു തുള്ളി ചെമ്മീൻ, അതെല്ലാം പൊട്ട ചെമ്മീനുമാണ്. നല്ല ചെമ്മീനില്ല. ഈ ചെമ്മീനൊക്കെ പൊട്ട ചെമ്മീനാണ്. തല കളയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. രണ്ട് ദിവസം മുമ്പ് സിപ്പർ ബാഗിൽ ഒഴിച്ച് ക്ലീനാക്കി വെച്ചിരുന്ന പയർ വേണ്ടേ കൂട്ടത്തിലോട്ട് നമുക്ക് അച്ചിങ്ങയും കൂടിയിട്ട് വേവിക്കാം. സോറി കേട്ടോ, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. ചിങ്ങപ്പയറിൻ്റെ കൂടെ ചെമ്മീനിട്ട് വേവിക്കാം. ചെമ്മീൻ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ചെമ്മീനുള്ളത്. ചെമ്മീത്തിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ ഇതിലേക്കൊരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുക്കാവേ. അടച്ച് വെച്ച് വേവിക്കാവേ. പച്ചിങ്ങപ്പയർ ഞാൻ ഉള്ളിമുളക് പിടിച്ചെടുക്കാൻ പോണത്. അപ്പോൾ 2 കാന്താരി ചേർക്കുന്നുണ്ട്, 2 വെളുത്തുള്ളി. കാന്താരിയോട് വല്ലാത്ത പ്രണയം കഴിപ്പോയി. അത് തീരണ വരെ ഉള്ളു കേട്ടോ. കാന്താരി ഇല്ലാതെ ആകുമ്പോൾ പ്രണയം താനെ അങ്ങ് ഇല്ലാതെയാകും. അപ്പോൾ ഇത് എല്ലാം കൂടി ചതച്ചെടുത്തിട്ട് കാണിച്ചു തരാവേ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഇടിച്ച മുളക്, നിങ്ങളുടെ ആവശ്യത്തിന് എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് മതി, ഞങ്ങളിവിടെ അധികം എരിവ് കഴിക്കാറില്ല. അപ്പോൾ ഇത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിമുളക് ഇടിച്ചത് ഇട്ട് കൊടുക്കാം. ഞാൻ വേറൊരു പാത്രത്തിലാക്കാം അത് ഉള്ളിമുളക് ഇതാക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ വേവിച്ച് വെച്ചതിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഞാൻ പാത്രത്തിന് മാറ്റി വേറെ പാത്രത്തിൽ ഇതാക്കാനൊക്കെ നടക്കണം. അതാകുമ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് നല്ലോണം ഒന്ന് മുരിയട്ടെ, എന്നിട്ട് വരാം. നല്ല ഉള്ളിമുളക് നല്ല മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. അത് പയ്യെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. നമ്മുടെ അച്ചിങ്ങപ്പയർ റെഡി ആയിട്ടുണ്ട്. കിളുന്തായതുകൊണ്ട് തന്നെ വെന്തലിഞ്ഞ് പോയിട്ടാ. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അപ്പോൾ എല്ലാവരും കഴിക്കാം.